Hi beautifuls, welcome back to my channel. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിലൊക്കെ സുലഭമായി കിട്ടുന്ന ഒന്നാണ് പേരയുടെ ഇല. ദാ ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഇലകളോ അല്ലെങ്കിൽ ഒത്തിരി ഹാർഡ് വേണ്ട, എന്നാൽ ഇതള് വളരെ സോഫ്റ്റ് ആയിട്ട് വരുന്ന തളിരില എന്നൊക്കെ പറയത്തില്ലേ, ആ ഇലയോ അല്ലെങ്കിൽ ഇച്ചിരി ഹാർഡായിട്ടുള്ള ഇലകളോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതും കൊണ്ടൊരു അടിപൊളി ഫേസ് പാക്ക് പറയാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലുണ്ടാകുന്ന കുരുക്കളെ മാറ്റാനും അതുപോലെ ഫേസിലെ ഡെഡ് സെല്ലിനെ റിമൂവ് ചെയ്യാനും സ്കിൻ വൈറ്റനിങ് ആക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നവരാണ്. പേരയ്ക്ക് ഒരുപാട് കഴിക്കുന്നത് നല്ലതല്ലേ, അപ്പോൾ അതേ ബെനിഫിറ്റാണ് നമ്മുടെ ഈ ഒരു ഫേസ് പാക്കിന്. മൈ നെയിം ഈസ് ജാൻസി, ഞാൻ ബ്യൂട്ടി ബ്ലോഗർ. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തുടർന്ന് ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ് എൻ്റെ എല്ലാ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം നമുക്ക് ഈ ഒരു ഇലകൾ വെള്ളത്തിലിട്ട് 10 മിനിറ്റ് വെച്ചേക്കാം. അതിനുശേഷം വെള്ളം ഒന്ന് ഇതായി കഴിയുമ്പോൾ ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പം ഞാനിത് അരച്ചിട്ട് വരാവേ. ഞാൻ അത് അരച്ച് അതിൻ്റെ നീരെടുത്ത് ഇത്രയും നമുക്ക് ലിക്വിഡ് ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും വേണ്ട, നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം മതി. 2 ടേബിൾ സ്പൂണോളം നമ്മൾ കണ്ടോ ഒരു ഗ്രീൻ കളറാണ്. 2 ടീസ്പൂൺ ഇട്ടിട്ടോ. ഇനി നമുക്ക് ആവശ്യമുള്ളതെന്ന് പറയുമ്പം അലോവേരയുടെ ജെല്ല് നമുക്ക് ഉപയോഗിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ അലോവേരയുടെ പൗഡർ, ലീഫ് പൗഡർ കിട്ടും. ഈ കറ്റാർവാഴയുടെ പൊടി 2 ടീസ്പൂണാണ് ഇതിനകത്ത് ഇടുന്നത്. നമുക്ക് 2-3 സ്പൂൺ ഇടാവേ. അപ്പോൾ ഒരു തിക്കായിട്ടുള്ള ഒരു പേസ്റ്റ് രൂപം കിട്ടും. നമുക്ക് ഇച്ചിരി കൂടെ തിക്നെസ് ആക്കണമെങ്കിൽ 1 ടീസ്പൂൺ കൂടെ ഇടാം. അപ്പോൾ എനിക്ക് ഈ ഒരു തിക്നെസ് ആണ് വേണ്ടത്. ലിക്വിഡ് ആണെന്നാൽ ഇച്ചിരി ടൈറ്റ്നെസ്സും ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ അല്പം മഞ്ഞൾപ്പൊടിയാണ് ചേർക്കാൻ പോകുന്നത്. ചെയ്യാൻ പോകുന്നത് പച്ചമഞ്ഞളാണ്. പച്ചമഞ്ഞളിൻ്റെ പൊടി നമുക്ക് വെളിയിൽ നിന്ന് കിട്ടുന്ന പൊടിയാണ് അതിന് ഉപയോഗിക്കാവേ. ഒരു 1/2 ടേബിൾ സ്പൂണ്, ഒരു 1/2 ടീസ്പൂൺ. അപ്പോൾ ഇതും കൂടെ ചേർത്ത് ഞാൻ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ മുഖത്ത് തേച്ചാൽ ഇങ്ങനെ ഇതായിട്ട് നിൽക്കണം, അത്ര ഒഴുകി പോകുന്ന ടൈപ്പ് ആവാൻ പാടില്ല. നല്ലതായിട്ട് ഈ ഒരു തിക്നെസ് ആയിരിക്കണം വേണ്ടത്. ഇപ്പം നമുക്കിത് മുഖത്തേക്ക് അപ്ലൈ ചെയ്യാം. കണ്ടോ, ഇത് ഞാനിങ്ങനെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. കണ്ടോ, ഈ ഒരു ലെവലിൽ എന്ന് വെച്ചാൽ നമ്മുടെ ഫേസിൽ ഇരിക്കണം. പുറകോട്ട് ഇങ്ങനെ ചെയ്താൽ മതി. നമ്മൾ എപ്പോഴും നമ്മുടെ മുഖത്തേക്ക് ഈ 2 സൈഡിലാണല്ലോ മുഖക്കുരു സാധാരണ വരുന്നത്. അപ്പം ഇത് വന്നവർ എന്ന് വെച്ചാൽ മുഖക്കുരു ചെറുതായിട്ടൊക്കെ വരുന്നവർക്ക് വരാതിരിക്കാൻ, ഭാവിയിൽ വരാതിരിക്കാനുള്ള ഒരു മാർഗം കൂടെയാണ് ഈ ഒരു പാക്ക്. അതുപോലെ വന്നവർക്ക് ഈ മുഖത്തെ പാടുകൾ മാറാനും മുഖക്കുരുവിന് ഒരു ട്രീറ്റ്മെൻ്റ് ആയിട്ടുമാണ് ഞാൻ ഈ ഒരു പാക്കിനെ കാണുന്നത്. എനിക്ക് ഒത്തിരി ബെനിഫിറ്റ് കയറി വന്ന ഒരു പാക്കാണ്. അതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഒരു 15 മിനിറ്റ്സിന് ശേഷം നമുക്ക് തണുത്ത വെള്ളത്തിൽ തുടച്ച് കളയാവേ. ഒരു ഹാഫ് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പം ഞാനിത് തണുത്ത വെള്ളത്തിൽ തുടയ്ക്കട്ടെ. അപ്പോൾ ഈ ഒരു പാക്കും ഒരുപാട് നല്ലതാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. %% നാച്ചുറലാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. മുഖത്തെ പാടുകൾ, മുഖക്കുരു ഒക്കെ മാറി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത ശേഷം എന്നോട് അഭിപ്രായങ്ങൾ കമൻറ്റ്സ് ബോക്സിൽ നിങ്ങൾ എഴുതാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ പുതിയൊരു പ്രോഡക്റ്റ് വരുന്നവരെ എല്ലാവർക്കും ബൈ.